ഇനിയിപ്പോ 2 ദിവസത്തേക്ക് ഫുഡ് വേണ്ട. അമ്മ വിത്തിൻ 2-3 മിനിറ്റ്സ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കുന്നു. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇനി ഞങ്ങൾക്ക് നല്ല പിടിയുണ്ട്. എന്താണ്ട് വെച്ചാലേ നിങ്ങൾ ആരും ക്ഷണിച്ചിട്ടല്ലല്ലോ ഓരോ ഹോട്ടലിൽ പോകുന്നത്. വിശന്നാലാണ് നമ്മൾ ഹോട്ടൽ തെരഞ്ഞു പോവുക. ഇവന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ ഹോട്ടലുകൾ തെരഞ്ഞു പിടിച്ച് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് ആ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞൊരൊറ്റ പോരല്ല, ഒരു കാര്യമില്ലാതെ. അപ്പൊ പിന്നെ ആ കടക്കാർ പിടിച്ച് പുറത്താക്കാതിരിക്കോ? കാലം കുറയില്ലേ മോനെ ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട്. ഹംഗ്രി മൃണാൾ എന്ന പേരിൽ താങ്കൾ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ ഹോട്ടലിനെ കുറിച്ചിട്ട് എന്ത് നല്ല അഭിപ്രായം അറിയാം ആളുകൾ. ഒരു പപ്പടത്തിന് 8-7 രൂപയേറ്റം വാങ്ങുന്നുണ്ട്. അതായത് ഒരു സദ്യ മൊത്തം കഴിക്കണമെങ്കിൽ 10-350 ഉറുപ്പ്യ വരുന്നു. ഓരോ ഡിഷിനും നിശ്ചിത എമൗണ്ടുകൾ ഉണ്ട്. അത് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോന്ന് വാങ്ങാൻ. ആ ഹോട്ടലിനെ കുറിച്ചുള്ള നെഗറ്റീവുകൾ ഒരുപാടുണ്ട്. അതിനിടയിൽ ഒരു GST കുത്തിക്കയറ്റലും കുറെ സംഭവങ്ങൾ കാലങ്ങളായി കേൾക്കുന്നതാണ് എന്റെ പൊന്നും മൃണാളെ. ഇവൻ ഏതോ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇവൻ വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ആ ഹോട്ടൽ ജീവനക്കാർ ഇവനെ പിടിച്ച് പുറത്താക്കി അത്രേ. ഒന്ന് കാണാല്ലേ. എനിക്ക് കേട്ടപ്പോ സന്തോഷം തോന്നി കേട്ടോ. കാരണം കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ആരും ചോദിക്കുന്നൊന്നുമില്ലല്ലോ ഇവരോട് ഇതൊന്നും ഒന്ന് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. അങ്ങ് കയറി ചെന്ന് തിന്നിട്ട് ഊളത്തരം കാണിച്ച പിന്നെ പുറത്താക്കാതിരിക്കും. ഒന്ന് കണ്ടോക്കി. നമസ്കാരം, ഞാൻ മൃണാൾ. 70 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഗൂഗിളിൽ നല്ല റേറ്റിംഗ് ഉള്ള ബ്യൂട്ടിഫുൾ കഫേ. ചുറ്റി നടന്ന് കാണാൻ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്. ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിങ്ങൾ കണ്ടോളൂ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ നിന്നെ പോലെ കുറെ എണ്ണ ഉണ്ട് ഹോട്ടലുകളിൽ കയറി ചെന്നിട്ട് ആവശ്യമില്ലാതെ അവരുടെ വയറ്റത്ത് അടിക്കുന്ന ആളുകൾ. ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പല ആളുകളും പല ഹോട്ടലിൽ നിന്നും പുഴുവിനെ കിട്ടുന്നതും മോശപ്പെട്ട രീതിയിൽ ഭക്ഷണം കിട്ടുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അല്ല. അങ്ങ് കയറി ചെന്നിട്ട് അങ്ങോട്ട് തിന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഡയലോഗ് അടിക്കുക. അവർ ക്ഷണിച്ചിട്ടാണെങ്കിൽ ഓക്കെ, എന്തുവാടെ എന്തായാലും പുറത്താക്കുന്ന സീനൊക്കെ ഒന്ന് കാണട്ടെ. സ്വീറ്റ് ആണത്ര അവിടുത്തെ ജീവനക്കാര്. പിന്നെ ഇതിനെ താങ്കൾ അതൊക്കെ പറയുന്നേ? എമ്മാതിരി മെനു അല്ലേ. സോളിഡ് വുഡ്. ഈ ഇരിക്കുന്ന 2 പേരും പോർക്ക് കഴിക്കില്ല. ഇവിടെയാണ് ബീഫ് ഇല്ലേനും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ക്രേറ്റ് സെറ്റാ. പക്ഷെ ഇങ്ങനെ ഒരു ക്രേറ്റ് സെറ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പോർക്കാണ് ആദ്യം വന്നത്. ഇത് എനിക്ക് മാത്രം സ്വന്തം. വല്ലാത്തൊരു സ്പൈസസിന്റെ സ്മെല്ല്. നല്ല ചൂടുണ്ട്. കൂർഗില് കിട്ടുന്ന പോലെ പോർക്ക് അധിക സ്ഥലത്തൊന്നും കിട്ടില്ല. റിയലി ഗുഡ്. സത്യം പറയട്ടെ, ഈ ഫുഡ് വ്ളോഗ് കാണുന്ന സമയത്ത് ചില ആളുകളുടെ കാട്ടിക്കൂട്ടലുകളും ചില ആളുകളുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഓവർ എക്സ്പ്രഷൻ, ഇത് കാണുമ്പോൾ തന്നെ ചില സമയത്ത് അറപ്പൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ചില കാട്ടിക്കൂട്ടലുകൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഭക്ഷണത്തിലൂടെ അങ്ങനെ തോന്നാൻ പാടില്ല. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡാണ് വലിയ പ്രശ്നം എന്നുള്ളതാണ്. കണ്ടുനോക്കി വേണമെങ്കിൽ. ആ സ്ത്രീ ഇടയ്ക്ക് തരുന്നുണ്ട്, പ്ലേറ്റ് തരുന്നുണ്ട്, വെള്ളക്കുപ്പി തരുന്നുണ്ട്. ഇപ്പൊ വരും ഫുഡ്, ചിക്കനും ബാക്കിയുള്ള ഗീ റൈസ്, ആക്കി റൊട്ടി എല്ലാം ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂടാ. സൂപ്പർ ഗുഡ്. സ്പൈസസ് ഉണ്ട്, നല്ലോണം സ്പൈസസ് ഉണ്ട്. നല്ല സ്പൈസ് മിക്സാ. പക്ഷെ എരിവില്ല. എരിവ് കുറച്ചേ ഉള്ളൂ. പുളിയാണ്. നല്ല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എരിവില്ല കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ട്. അടുപ്പത്തുനിന്ന് എടുക്കുന്ന ഭക്ഷണത്തിന് ചൂടുണ്ടാവും, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണത്തിന് ചൂടുണ്ടാവില്ല. ഹോട്ടലിൽ കയറി ചെന്നാൽ സ്വാഭാവികമായിട്ട് ചൂടുള്ളതാ കിട്ടുക. പക്ഷെ അത് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ചേച്ചി ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ട്, ഇപ്പൊ തരും എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഈ ഒരു സാധനം എന്തിനാ ഇടക്കിടക്ക് പറഞ്ഞതെന്ന് വെച്ചാല് ആ ഹോട്ടലിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടിയാണ് കേട്ടോ. അത് നിങ്ങൾ അവിടെ പോയിന്റ് ചെയ്ത് വെക്കണേ. ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സാധനമല്ലേ. പോർക്കിന്റെ ഫാറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചവക്കുമ്പോ അത് പ്ലസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സ്പൈസസ്. ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് എനിക്ക് ആ പോർക്കിന്റെ ഉള്ളിലുള്ള സംഭവം പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ തന്നെ വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ടാ തോന്നി. കാരണം എനിക്കൊരു തവണ ഈ ഒരു ഫുഡ് കഴിച്ചിട്ട്, പോർക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വയറ് വന്ന് ഈ ഗ്യാസ് വന്ന് വീർത്തിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ വെച്ച രീതിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാകാം. എന്തായാലും എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. എന്നാലും പോർക്ക് ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ തന്നെ, അത് വെക്കാൻ അറിയുന്നവൻ വെച്ച അടിപൊളി. എന്റെ ഒരു സുഹൃത്ത് അങ്കമാലി നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവരിടക്ക് കൊണ്ടുവരുന്ന പോർക്കിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മളതൊന്നും വെച്ചാൽ ശരിയാവൂല. അതെല്ലാം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇദ്ദേഹം അവിടെ കയറി ചെന്ന് പറഞ്ഞ ഡയലോഗുകളാണ് എനിക്കൊന്നും തീരെ പറ്റാഞ്ഞ്. വെറുതെ പിടിച്ച് പുറത്താക്കൂലല്ലോ. ഇന്നലെ വിരാജ്പേട്ടിൽ കഴിച്ച സാധനം ഇതിന്റെ മുമ്പില് നത്തിങ്. ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ഒരു 10-40 വയസ്സുള്ള മനുഷ്യൻ കയറി വരുന്നു. വിത്തിൻ 2-3 മിനിറ്റ്സ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കുന്നു. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇനി അവർ രണ്ടുപേരും പോർക്ക് കഴിക്കാത്തത് കൊണ്ടാണോ അതോ വേറെ വല്ലതും ഞങ്ങൾ ചെയ്തുകൊണ്ടാണോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിച്ച പോർക്കിന്റെ കാശ് കൊടുക്കാൻ നോക്കിയപ്പോ അങ്ങേര് പറഞ്ഞു
എന്റെ കാലിൽ കിടക്കുന്ന ഷൂസിന്റെ ഒന്നും വില പോലും നിനക്കില്ലടാ, ഇറങ്ങിപ്പോടാ. അതൊക്കെ ഷൂസിനൊക്കെ വലിയ വിലയുള്ള കാലമാണ്. പക്ഷെ എന്തിനാ പുറത്താക്കിയേ? എന്തിനാ പുറത്താക്കിയെന്നുള്ളതാ. എവിടെ നിരന്തരമായിട്ട് താനൊക്കെ എത്ര ഹോട്ടലിൽ കയറിയിട്ടാണ് അവരെ നാണം കെടുത്തിയിട്ടുള്ളത്. അവരുടെ കച്ചവടം ഒരു പക്ഷെ കുറയ്ക്കാൻ നിന്നെ പോലുള്ള ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലല്ലേ, 5 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ആളുകൾ കാണും. അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാണ്. 70 വർഷത്തോളം പഴക്കമുള്ള ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി ചെന്നിട്ട് നീ എന്തായാലും ആ ഹോട്ടലിലുള്ള ഒരു ഫുഡ് മാത്രമല്ല കഴിക്കുക, അവിടെയുള്ള മുഴുവൻ ഭക്ഷണവും കഴിക്കും. എവിടെയാണ് അതിന് മാത്രം സ്ഥലം ഒരു പിടുത്തമില്ല. എന്നതിന് ശേഷം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാനല്ലേ ഇരിക്കുക. പോസിറ്റീവ് മാത്രം പറയുന്ന പരിപാടി പിന്നില്ല, നെഗറ്റീവിനെ വാരിക്കോരി ഇടുന്ന പരിപാടി കൂടി ഉണ്ട്. പിടിച്ച് പുറത്താക്കി കാണും. നന്നായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തിനാണ് മറ്റുള്ള ആളുകളുടെ വയറ്റ് തടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ജെന്യുവിൻ കേസ് ആയിട്ടുള്ള ഭക്ഷണം വൃത്തികെട്ട രീതിയിൽ, മാന്യമല്ലാത്ത രീതിയിൽ, ഈ പുഴുക്കളരിച്ച രീതിയിലും അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷെ ക്ഷണിക്കാതെ അങ്ങ് കയറി ചെന്നതിന്റെ ശേ വേണമെങ്കിൽ ഇവന്റെ ഹോട്ടലിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഇവന് സ്വന്തമായിട്ടൊരു ഹോട്ടലൊക്കെ ഉണ്ട്. എന്നാലും എന്റെ മൃണാലെണ്ണ ഇത് ഇത്തിരി കൂടി പോയില്ലേ. ഈ ഒരു സ്നാക്സിന് ഗോളി ബജി എന്നാണ് പേര്. ഇതിന്റെ ഒരു കോമഡി കാണിച്ചു തരാം. ഇത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് കുറെ പ്രാവശ്യം കഴിച്ചതാ. ഇപ്പൊ റെസ്റ്റോറന്റ് ആയപ്പോ ഇതിന്റെ കൂടെ ഈ ചട്നിക്ക് 8 രൂപ വേറെ. ഇത് പണ്ട് ഇവിടെ ഇതിന്റെ കൂടെ ഫ്രീ കൊടുത്തോണ്ടിരുന്നതാ. നോക്കിയേ, സ്നാക്സ് ചട്നി 8 രൂപ. ഈ ചട്നിക്ക് 8 രൂപ ഗൈസ്, 8 രൂപ. നമ്മുടെ ഓരോ ഐറ്റത്തിനും ഇങ്ങനെ ചില്ലറ പൈസ വെച്ച് കൊടുക്കണം. അതായത് നിങ്ങളൊരു ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അച്ചാറ്, അതേപോലെ തന്നെ ഈ കച്ചമ്പർ ഉണ്ടല്ലോ, അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പപ്പടത്തിന് 7 രൂപ 8 രൂപ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടാ. മൃണാളിന്റെ കടയിലെ ബില്ലാണിത്. ഒരു പീസുള്ള ഹാഫ് ബിരിയാണിക്ക് 132 രൂപ. ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഇനി ജൂലൈ 10. അത് കഴിഞ്ഞിട്ട് 15-ാം തീയതി മൃണാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത്രേ ബിരിയാണിയിൽ റൈത്തേം പിക്കിളൊന്നും വേണ്ട, അപ്പൊ അതും കൂടി ഒന്ന് ഒഴിവാക്കി തരുമോ. അങ്ങനെ 132 രൂപയ്ക്ക് പിക്കിളും റൈത്തേം അടക്കം കിട്ടിയിരുന്ന ഒരു പീസുള്ള ഹാഫ് ബിരിയാണി അണ്ണം വില കുറച്ച് 145 രൂപക്ക് ബിരിയാണി മാത്രമാക്കി തന്നിട്ടുണ്ട്. ഇത് 23 ജൂലൈയിലെ ബില്ലാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. ഇത് ഞങ്ങൾ പോയപ്പോഴത്തെ ബില്ലാണ് 10 ജൂലൈയിൽ 132 രൂപ. ഇതിനെല്ലാം പുറമെ GST ഉണ്ട്. ഇതിനു മുന്നേ പുതിന ചട്നി ഉണ്ടായിരുന്നു. വില ഇതിലും കുറവായിരുന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്. ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇനി വില കൂടാൻ സാധ്യതയില്ല. കാരണം അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല. ഇനി അതിൽ ആകെ ബിരിയാണിയും ചിക്കനും മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് ചായനെ പറ്റി കൂടി പറയണമെന്നുണ്ടായി. ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു. സ്വന്തം ഹോട്ടലിൽ ഒന്ന് തുടങ്ങടാ നീ, എന്നിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് കാണിച്ചു കൂട്ടുക എന്നുള്ളതാ. എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് റിയാക്ട് ചെയ്തതിന് ചിലപ്പോൾ കോപ്പറേറ്റ് തരാനുള്ള സാധ്യതയൊക്കെയാണ്. അത് വരട്ടെ. സ്വന്തം ഹോട്ടലിലാണ് ഇമാതിരി കൂളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിച്ചിട്ട് ഡയലോഗ് അടിക്കാൻ ചെല്ലുക. പിടിച്ച് പുറത്താക്കാതിരിക്കോ? അവർ നിരന്തരമായി നിന്റെ വീഡിയോസ് കാണുന്ന ആളുകളായിരിക്കില്ലേ. വലിഞ്ഞു കയറി ചെന്ന് പൈസ കൊടുത്തിട്ടാവും നീ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. പക്ഷെ വലിഞ്ഞു കയറി ചെന്നിട്ടാണ് നീ ഈ കാര്യങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. ഞാനൊക്കെ വിശക്കുമ്പോഴാണ് ഹോട്ടലിൽ കയറാറ്, അല്ലാത്ത തോന്നിയ പോലെ ഒന്നും എവിടെ പോയി ഒന്നും കഴിക്കാറില്ല എന്നുള്ളതാ. ഇനി ആ ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റൊരു ഹോട്ടലിന്റെ പ്രൊമോഷൻ ആയിട്ട് അവൻ കയറി ചെന്നിട്ടുണ്ട്. ഒന്ന് കാണാം. അവിടെ എന്താ നടന്നത്? നമ്മൾ മര്യാദക്ക് ഫുഡ് ഓർഡർ ചെയ്തു, കുറെ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ സംബഡി റഷ്ഡ് ഇൻ ടു, എന്നിട്ട് നിങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഒരാള് ഇടിക്കാൻ വരുന്ന പോലെ ഓടി വന്നിട്ട് എന്താ ഓർഡർ ചെയ്തത്? ചിക്കൻ കറി. ചിക്കൻ കറി ഉണ്ട്, അക്കി റൊട്ടി ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ പോക്കിന്റെ കാശ് ഊപ്പര് വാങ്ങിച്ചില്ല. ഊപ്പര് അഭിമാനിയാ. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള മറ്റൊരാളില്ലേ, നിങ്ങൾ രണ്ടുപേരാൻ പോയിരുന്നെങ്കിൽ ഒന്നും പറയില്ലായിരുന്നിരിക്കാം. ഈ മൃണാളിന്റെ കാട്ടിക്കൂട്ടലും ഈ ഒരു വീഡിയോസും കാരണമായിരിക്കും അവർ പുറത്താക്കിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഹോട്ടലുകളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരട്ടാന്ന് കയറി ചെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഹോട്ടലിലെ പോലെയൊക്കെ തന്നെ ഒന്നും പറയാൻ ആള് വരില്ല. ഈ റെസ്റ്റോറന്റ് ഞങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പെരുമാറി ഉണ്ടാവും. അവിടുന്ന് ഫുള്ള് കഴിച്ച് ഫുള്ളായി വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റാതെ നമ്മള് വരൂലല്ലോ. അതെ, ഈ ഹോട്ടലിൽ വന്നപ്പോൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല. അപ്പൊ അതും വെച്ചിട്ട് താങ്കൾ ഒരു കളി കളിച്ചതായിരിക്കാം. അപ്പൊ പിന്നെ ഇവിടെ നല്ലത് മാത്രം പറഞ്ഞാൽ ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കൊള്ളാം ചേട്ടാ, കൊള്ളാം. ഇനി ഇയാളുടെ സ്വന്തം ഹോട്ടലിന്റെ മറ്റൊരു കഥ കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടാ. സ്വന്തം പ്രൊമോഷൻ കേട്ടോ. ഇപ്പൊ മറ്റുള്ള ഹോട്ടലിൽ കയറിയിട്ട് എന്താ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി സ്വന്തം ഹോട്ടലിൽ പറയുന്ന കാര്യം കേൾക്കാം. ചോറ്, ബീഫ് കറി, ബീഫ് ഫ്രൈ, ലേശം തൈരും, 2 പപ്പടവും. പപ്പടം ഇല്ലേ, 3 കഴിക്കാം. ചില ദിവസം നല്ല ബീഫ് കറിയും കൂട്ടി ചോറിനാനുള്ള മൂടായിരിക്കൂലേ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയി ചോറും ബീഫും ചോദിച്ചാല് ഇതേപോലെ 10-20 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കിട്ടുമോ? കിട്ടൂല. അവർ നമുക്കൊരു ഫുൾ മീൽസും തരും. ഏസിയൊക്കെയുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ വെജിറ്റേറിയൻ മീൽസും മേടിച്ചാൽ പോലും 200 ഉറുപ്പിക അതിൻ്റെ മേലെയൊക്കെ വിലയുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫും തൈരും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ബീഫും കൂടെ മേടിച്ചാൽ ഇത്ര പൈസയാവും അല്ലേ. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്റെ പൊന്ന് ബ്രോ, വെറുപ്പിക്കല് ഞാൻ മുഴുവൻ കാണിക്കണില്ല. ഈ ഭക്ഷണം കഴിക്കണ കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കഷ്ടമാണ്. ഇയാളുടെ ഫുഡ് ബ്ലോഗ് കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് സ്വന്തം ഹോട്ടലിനെ കുറിച്ചിട്ട് ന്യായീകരിക്കുകയാണ്. അതായത് ഓരോ ഡിഷിനും ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത് 10-20 രൂപക്ക് ചോറ് കിട്ടും അത്രേ.
പിന്നെ പപ്പടത്തിന് 8, പിന്നെ കറിക്ക് മറ്റു രീതിയിൽ, അച്ചാറിന് വേറെ രീതിയിൽ, അങ്ങനെ പലതിനും പല റേറ്റും കൊടുത്തിട്ട് വാങ്ങുമ്പോൾ 60 രൂപക്ക് പുറത്തുനിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാതും ഉണ്ടാവും. ഇവന്റെ കടയിൽ നിന്ന് എല്ലാതും കൂടെ വാങ്ങണമെങ്കിൽ 10-400 രൂപ കൊടുക്കേണ്ടി വരും. കുടുംബം അവിടെ പണയം വെച്ചിട്ട് വേണം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറാൻ. അപ്പൊ സ്വന്തം ഹോട്ടലിൽ തുടങ്ങും മോനെ, എന്നിട്ട് മറ്റുള്ള ഹോട്ടലിൽ കയറിയിട്ടേ കുറ്റം പറയാൻ തെല്ല് കേട്ടാ. ഞാനൊക്കെ ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കുന്നതാണ്, ഇവനെ പോലെയുള്ള ആളുകൾ വ്ളോഗ് ചെയ്യാൻ മാത്രം കഴിക്കുന്ന ആളുകളാണെന്നുള്ളത്. നിങ്ങൾ തന്നെ അഭിപ്രായം പറ. ഇവനെ പോലെയുള്ള ആളുകളല്ല ഇവിടെയുള്ള ഹോട്ടൽ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത്. മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇമ്മാതിരി ഊളത്തര. അപ്പൊ വീണ്ടും വരാം സുലാൻ.